Today I am going to discuss the poem Above Pate Valley by Gary Snyder. Next is about Gary Snyder. Gary Snyder ഒരു അമേരിക്കൻ പോയറ്റാണ്, എസ്സേയിസ്റ്റ് ആണ്, അതേപോലെ എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ്. മോസ്റ്റ് ഓഫ് ഹിസ് ഏർലി പോയട്രി വെരി മച്ച് റിലേറ്റഡ് ടു ബീറ്റ് ജനറേഷൻ. ഇതൊരു പോയറ്റിക് മൂവ്മെൻ്റ് ആണ്. അലൻ ഗിൻസ്ബർഗ്, ജാക്ക് കെറോക്ക് ഒക്കെ ഉൾപ്പെടുന്ന ഒരു പോയറ്റിക് മൂവ്മെൻ്റ് ആണ്. അവരുടെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഏകദേശം നയങ്ങളോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഗാരി സ്നൈഡറിൻ്റെ പോയട്രിയൊക്കെ. ഹി വാസ് ബോൺ ഇൻ കാലിഫോർണിയ. ഇവിടെ അബവ് പേറ്റ് വാലി എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൻ്റെയും ലൊക്കേഷൻ എന്ന് പറയുന്നത് കാലിഫോർണിയ ആണ്. So this poem is included in the collection Rip, Wap and Cold Mountain Poems. ഈ ഒരു പോയട്രി കളക്ഷനിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയം. അതർ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്: ടേർട്ടിൽ ഐലൻഡ്, ദ റിയൽ വർക്ക്, 1980 ആൻഡ് എ പ്ലേസ് ഇൻ സ്പേസ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ പ്ലേസ് പേറ്റ് വാലി. പേറ്റ് വാലിനെ പറ്റി നോക്കാം. ലൊക്കേറ്റ് ചെയ്യുന്നത് കാലിഫോർണിയയിലാണ്, USA. So this is an archaeological site which may have been a popular trade route for some tribes. ഫേമസ് ആയിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്. ട്രേഡ് റൂട്ട് ഒക്കെ ഉണ്ടായിരുന്ന ഒരു പോപ്പുലർ പ്ലേസ് ആണ് ഈ ഒരു പേറ്റ് വാലി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൈറ്റ് വോൾഫ് ടു പേറ്റ് വാലി. ആ ഒരു ഡിസ്റ്റൻസിൻ്റെ കാര്യമൊക്കെ ജസ്റ്റ് ഒരു അഡീഷണൽ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഒരു 13 കിലോമീറ്ററോളം ആണ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒരു നടപാതയുണ്ട്. അതേപോലെ ഒരു ഹിൽ ലൈക്ക് പ്ലേസ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൂട്ട്സ് ഫോർ നേച്ചർ ലവേഴ്സ്. അതായത് പ്രകൃതിയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ്. കാരണം അവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. The detailed explanation of the poem. We finished clearing the last section of the trail by noon, high on the ridge side. So the poet, including a group, is encountering a remote, untouched valley. ഓക്കെ, അവരൊരു ഗ്രൂപ്പായിട്ടാണുള്ളത്. ഇൻക്ലൂഡിങ് ദ പോയറ്റ് ഒരു റിമോട്ട് ആയിട്ടുള്ളൊരു പ്ലേസിലേക്കാണ് അവർ പോകുന്നത്. അധികം ആരും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. വിച്ച് സീംസ് ടു ബി വെരി ബ്യൂട്ടിഫുൾ റൂട്ട് കവേർഡ് വിത്ത് ദ വെജിറ്റേഷൻ. അതായത് ആ പോകുന്ന വഴി എന്ന് പറയുന്നത് അത്രമാത്രം മനോഹരമാണ്. അവരെത്തിപ്പെടാൻ പോകുന്ന സ്ഥലവും അതിലും മനോഹരമാണ്. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗ്രൂപ്പ് ടു ക്ലിയർ ദ ട്രെയിൽ ഫോർ സ്മൂത്ത് ട്രാവൽ. അപ്പോൾ അവർ പോകുന്ന വഴി എത്രമാത്രം കഷ്ടപ്പാട് നിറഞ്ഞാണെന്നാണ് അവർ പറയുന്നത്. ഒത്തിരി പ്ലാന്റ്സും ട്രീസും ഷർബ്സും ഒക്കെ ആയിട്ട് കവേർഡാണ്. അതൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് അവർ ആ യാത്ര തുടരുന്നത്. ദേ കംപ്ലീറ്റഡ് ഓൾമോസ്റ്റ് ദ മേജർ പാർട്ട് ഓഫ് ദ റൂട്ട് ബൈ നൂൺ. ഉച്ചയോട് കൂടിയിട്ട് ഏകദേശം അവർക്ക് പോകേണ്ട കുറേ ഭാഗങ്ങൾ അവർ കടന്നു കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. The entire team worked very efficiently to complete the task. Now they are at the viewpoint having unique environmental features. അപ്പോൾ അവർ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലത്ത് അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവർക്ക് കാണാം. അവരെത്തേണ്ട സ്ഥാനത്ത് ഏകദേശം അവർ എത്തി. Now they are at an elevated area. ഒരു ഹൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് അവരുള്ളത്. On the ridge side ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിഡ്ജ് സൈഡ് എന്ന് പറയുന്നത് ഒരു സൈഡാണ്. അതിൻ്റെ താഴേക്ക് സ്ലോപ്പ് ആയിരിക്കും, ഡൗൺവേർഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് താഴേക്ക് കാണാം. 2000 feet above the creek, reached the pass, went on beyond the white pine groves. So here the poet is mentioning us about the location where they are. അവരെവിടെയാണെന്നാണ് അവർ പറയുന്നത്. ദേ ആർ 2000 feet above the creek. അതായത് ക്രീക്ക് എന്ന് പറയുന്നത് ഒരു സ്മോൾ റിവറാണ്. ആ ഒരു സ്മോൾ റിവറിൽ നിന്ന് 2000 അടി പൊക്കത്തിലാണ് അവർ ഉള്ളത്. സോ നൗ ദേ ആർ അറ്റ് ദ വെരി ഹൈ പോയിന്റ് ഇൻ ദർ ജേണി. അതായത് അവർ ഉദ്ദേശിച്ച ആ ഒരു ജേണിയിൽ ഏറ്റവും എവിടെയാണ് അവർ എത്താൻ ആഗ്രഹിച്ചത് അവിടെയാണ് അവർ. Went on implies the strong determination to see what lies beyond the pass. അപ്പോൾ അതിനുശേഷം റീച്ച്ഡ് ദ പാസ് കഴിഞ്ഞിട്ട് വെൻറ്റ് ഓൺ എന്ന് പറയുന്നുണ്ട്. അത് ഇംപ്ലൈ ചെയ്യുന്നത് അവരുടെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്. ഇനിയും അങ്ങോട്ടേക്ക് ഒരുപാട് അവർക്ക് കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അതിന് അവർക്ക് കെൽപ്പ് നൽകുന്ന ഒരു പവർ ഉണ്ട്, ഇന്നർ പവർ ഉണ്ട്. അതാണ് അതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ,
Now they can see the white pine groves which are common in various places in California. അപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലും എന്താണ് വൈറ്റ് പൈൻ ഗ്രോവ്സ് ഒക്കെ ഒരുപാടുണ്ട്. കാലിഫോർണിയയിലെ പല സ്ഥലങ്ങളിലും ഇത് കോമൺ ആണ്. അതിവിടെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, then it also symbolizes the nature's beauty and serenity. അതും കൂടെ സിംബലൈസ് ചെയ്യുന്ന നേച്ചറിൻ്റെ ബ്യൂട്ടി, സെറനിറ്റി, അതിൻ്റെ ഒരു പാർട്ടും കൂടെയാണ് ഈ വൈറ്റ് പൈൻ ഗ്രോവ്സ്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്നുള്ള ഒരു സിംബലൈസേഷനൊക്കെ ഈ വൈറ്റ് പൈൻ ഗ്രോവ്സ് നമുക്ക് തരുന്നുണ്ട്. Granite shoulders to a small green meadow watered by the snow edged with aspen sun. This indicates the beautiful journey where the group leaves the rocky areas and entered a tranquil idyllic area. അപ്പോൾ അവർ കുറേ ഭാഗം അവർ യാത്ര ചെയ്തിരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ റോക്കി പ്ലേസസ് ആയിരുന്നു. അപ്പോൾ അത് അവർ കഴിഞ്ഞു. അതിനുശേഷം അവരൊരു ബ്യൂട്ടിഫുൾ ഗ്രീനറി ഒക്കെ നിറഞ്ഞ ഒരു ഏരിയയിലേക്ക് അവർ കടക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് ഇവിടെ മെൻഷൻഡ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഹാർഷ് ലൈക്കും ആൻഡ് അതർ വെരി സ്ട്രൈക്കിംഗ് ആയിട്ട് പോയറ്റ്സിനൊക്കെ ആണെങ്കിൽ ഒരു അവരുടെ ഇമാജിനേഷനൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്ന രീതിയിലൊരു പ്ലേസും. അപ്പോൾ അതാണ് ഇവിടെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 2 പ്ലേസസ് ഇവിടെ കാണുകയാണ്. നൗ ദേ റീച്ച്ഡ് അറ്റ് എ പീസ്ഫുൾ ഏരിയ വിത്ത് ഗ്രാസസ്, വൈൽഡ് ഫ്ലവേഴ്സ്, അങ്ങനെ ബ്ലൂംസ് ഒക്കെ ആയിട്ട് നിലനിൽക്കുന്ന എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഇവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദം ആർ നറിഷ്ഡ് വിത്ത് ഡ്യൂ ഡ്രോപ്സ്. അപ്പോൾ അവിടെ മൊത്തം ഇവർ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ കാണാൻ കഴിയുന്നത് ഷെർബ്സ് ആണെങ്കിലും ഗ്രാസസ് ആണെങ്കിലും അവിടെയൊക്കെ ഡ്യൂ ഡ്രോപ്സ്, സ്നോ മെൽറ്റിംഗ്, അതും കൊണ്ടൊക്കെ കവേർഡാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്നോ മെൽറ്റിംഗ് ആയിട്ടുള്ള ആ ഡ്യൂ ഡ്രോപ്സ് ഒക്കെ ശരിക്കും ഈ ഒരു വെജിറ്റേഷനെ പുഷ്ടിപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ആസ്പെൻ ട്രീസിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആസ്പെൻ ട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറ്റ് ട്രങ്ക് ആണുള്ളത്. അപ്പോൾ അതിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യും. അതേപോലെ ആസ്പെൻ ലീവ്സിലേക്കാണെങ്കിലും അതുപോലെ തന്നെയാണ്, ഷൈനി ആയിട്ട് തോന്നും. സോ ആസ്പെൻ ട്രീസ് ഒക്കെ ഇങ്ങനെ കൂട്ടമായിട്ടാണ് ഉണ്ടാവുക. നൗ ദർ ഇസ് എൻ ഇമേജ് ഓഫ് എ മെഡോ വേർ the soft light sparkles among the aspen leaves create a cozy atmosphere. അപ്പോൾ ഈ ആസ്പെൻ ലീവ്സിൽ വന്നിട്ട് ഈ ലൈറ്റ് സ്പാർക്കിൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പറയുന്നത്. Straight, high and blazing, but the air was cool, ate a cold fried trout in the trembling shadows. സോ ഈ ഒരു മെൻഷനിങ്ങും ആസ്പെൻ ട്രീസിനെ പറ്റി തന്നെയാണ്. ദിസ് ഇസ് അബൌട്ട് ദ ആസ്പെൻ ട്രീസ് വിച്ച് സ്റ്റാൻഡ് അപ്റൈറ്റ് വിത്ത് ദ സ്ട്രോങ് ട്രങ്ക് വിത്ത് ഇറ്റ്സ് ലീവ്സ് ഷൈൻ ആൻഡ് ഗ്ലോ ഇൻ ദ ലൈറ്റ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഒരു സൂര്യൻ ഉണ്ടെങ്കിൽ, സൂര്യൻ ഉദിച്ച് നല്ല ഷൈനി, അതായത് ലൈറ്റൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിലും പോയിറ്റ് ഈസ് സെയിങ് ദാറ്റ് ദ എയർ വാസ് കൂൾ, ഒരു കൂൾനെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രൗട്ട് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഫിഷാണ്. അപ്പോൾ അവരവിടെ ചെറിയ പോണ്ടിൽ നിന്നും പിടിച്ചിട്ടുള്ള ഒരു ഫിഷായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ട്രോട്ട് ഇസ് എ കൈൻഡ് ഓഫ് ഫിഷ് വിച്ച് മേ ഹാവ് ബീൻ കോട്ട് ഫ്രഷ് ആൻഡ് കുക്ക്ഡ് ഓവർ ദ ഓപ്പൺ ഫ്ലെയിം. അവിടെ അവർ തീ കൂട്ടി ഫ്രൈ ചെയ്തെടുത്ത ട്രോട്ടിനെ ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. ഓക്കെ, the trembling shadows represent the movement of leaves and its shadows in the flickering light with them. പിന്നെ മെൻഷൻ ചെയ്യുന്ന ട്രെംബ്ലിംഗ് ഷാഡോസ്. ട്രെംബ്ലിംഗ് ഷാഡോസ് എന്ന് പറയുന്നത് മേ ബി അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന ട്രീസിൻ്റെ ഒക്കെ ലീവ്സ് ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഷാഡോസ് ഈ ഫിഷ് എന്താണ് അവിടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ ഫയർ ഉണ്ടല്ലോ, ആ ഒരു ഫയറിൻ്റെ ഷാഡോയിൽ അവർക്ക് അവിടെ സൈഡിൽ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ വേറൊരു പ്രസൻറ്റേഷനും കൂടി ഉള്ളത് എന്താണ്, മേ ബി ഹിസ് ഇന്നർ ഫിയേഴ്സ് അല്ലെങ്കിൽ സസ്പീഷ്യൻ ആൻഡ് ഓൾസോ അതർ അൺസീൻ വണ്ടേഴ്സ് ഓഫ് ദ നേച്ചർ. ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്ന കുറേ വണ്ടേഴ്സ് എന്തായിരിക്കാം, അതേപോലെ ഡേഞ്ചേഴ്സ് എന്തായിരിക്കാം. അപ്പോൾ അതൊക്കെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ കാണിക്കുന്നത്, പല ഷാഡോസ് ആയിട്ട് കാണിക്കുന്നത് ആകാം. അതും ആകാം ട്രംബ്ലിംഗ് ഷാഡോസ്. I spied a glitter and found a flake, black volcanic glass obsidian by a flower. Now the poet has discovered something here. അപ്പോൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പോയറ്റ് നടക്കുന്ന സമയത്ത് പോയറ്റ് എന്തോ പുതുതായിട്ടാണ് കാണുകയാണ്. സംതിങ് ഷൈനി, തിളങ്ങുന്നുണ്ട്. ഫ്ലേക്ക്
ഇംപ്ലൈസ് എ ഡെലിക്കേറ്റ് തിങ്. ഫ്ലേക്ക് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നശിച്ചു പോയിട്ടുള്ള ഒരു സാധനമാണ്, ഡാമേജ്ഡ് ആയി പോയിട്ടുള്ള, ആദ്യം യൂസ് ചെയ്തിരുന്ന എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഹിയർ ദ പോയിറ്റ്സ് ക്യൂരിയോസിറ്റി, ഇവിടെ പോയിന്റ് ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി കാണുമ്പോൾ നമുക്കും ആകാംക്ഷ ഉണ്ടാവും, എന്തായിരിക്കാം ഈ പോയിറ്റ് കണ്ടത് അവിടെ, അതിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ എന്താണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഓക്കെ, ബ്ലാക്ക് വോൾക്കാനിക് ഗ്ലാസ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അത് നാച്ചുറലി ഒക്കറിങ് ആണ്. വോൾക്കാനിക് ഇറപ്ഷന് ശേഷം അവിടെ സംഭവിക്കുന്ന ഒരു ഇതാണ്. അവിടെ ഗ്ലാസ് ലൈക്ക് ആയിട്ടുള്ള ഒരു ഫോമിൽ അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദർ ഈസ് എ ഫ്ലവർ വെരി നിയർ ടു ഇറ്റ് ആഡ്സ് ദ ബ്യൂട്ടി ഇൻ ആൻ അൺഎക്സ്പെക്റ്റഡ് വേ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ എന്താണുള്ളത്, ഒരു ഫ്ലവർ ഉണ്ട്. ഫ്ലവർ എന്ന് പറഞ്ഞാൽ ആ ഒരു വോൾക്കാനിക് ഗ്ലാസ് അവിടെ ഫോം ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തൊരു ചെടി വളർന്നു വന്നിട്ടുണ്ട്, അതിലൊരു ഫ്ലവറും ഉണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു ഫ്ലവറിന്റെ സ്ട്രെങ്തിനെയാണ് ഇവിടെ പോയിട്ട് മെൻഷൻ ചെയ്യുന്നത്. അതായത് അവിടെ ഒരു രീതിയിലും എന്താണ് ഷർബ്സ് ഒന്നും വളരാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്, എന്നാൽ അതൊക്കെ അതിജീവിച്ച് ഈ ഒരു ഫ്ലവർ അവിടെ ബ്ലൂം ചെയ്തിരിക്കുകയാണ്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. Okay, so that flower has the ability to bloom near that rugged area. ആ ഒരു ഫ്ലവറിന്റെ സ്ട്രെങ്തിനെയാണ് ഇവിടെ പോയിട്ട് മെൻഷൻ ചെയ്യുന്നത്. Hands and knees pushing the bare grass, thousands of arrowhead leavings over 100 yards. പിന്നെ പോയിട്ട് മെൻഷൻ ചെയ്യുന്നത്, പോയിട്ട് ഇസ് യൂസിങ് ഹിസ് ഹാൻഡ്സ് ആൻഡ് നീസ് ടു നാവിഗേറ്റ് ദ ഡെൻസ് ഗ്രാസ് വിച്ച് ഗീവ്സ് എസ് എ വിവിഡ് സെൻസറി ഇമേജ്. നമുക്കൊരു സെൻസറി ഇമേജ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. പോയിട്ട് കൈയും കാലൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്, ആ ഡെൻസ് ഗ്രാസ് ഒക്കെ വകഞ്ഞു മാറ്റി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Here poet mentions about the sheer number of arrowhead leaving spread over that place. ഇവിടെ ഈ arrowhead leavings അതിന് രണ്ട് മീനിങ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് പ്ലാന്റ്. ഓക്കെ, ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അതിന് 1000ഓളം സീഡ്സ് ഒറ്റ ഒരു പ്ലാന്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതവിടെ സീഡ്സ് ലീവ് ചെയ്ത രീതിയിൽ ഒരു മീനിങ് ഉണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ മെൻഷൻഡ് അബൌട്ട് ദ പാർട്സ് ഓഫ് ആരോ ഹെഡ്സ്. ശരിക്കുള്ള ആരോ ഹെഡ്സ്, അതായത് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ആരോ ഹെഡ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. അപ്പോൾ അത് അവിടെ ഉള്ളത് ഇംപ്ലൈ ചെയ്യുന്നത് അവിടെ ഒരു ആൻഷ്യൻ കൾച്ചർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ മീനിങ് സ്യൂട്ടാണ്. രണ്ടാമത് പറഞ്ഞതാണ് കുറച്ചും കൂടെ സ്യൂട്ടായിട്ട് ഇവിടെ പോയട്രിയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. Not one good head, just razor flakes on a hill snowed all but summer, a land of fat summer deer they came up to camp. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത്, ഹി മേ ബി സെർച്ചിങ് ഫർദർ ഫോർ ദ റിമൈനിങ് ആർട്ടിഫാക്ട്സ്. അപ്പോൾ നേരത്തെ കണ്ട ആരോ ഹെഡ്സ് റിമൈനിങ്സ് അതിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് ഹി സെർച്ചിങ് ഫോർ ദാറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഹി സെർച്ചിങ് ഫോർ എ പെർഫെക്റ്റ് ആരോ ഹെഡ്. അതായത് നശിച്ചു പോവാത്തൊരു പെർഫെക്റ്റ് ആരോ ഹെഡ് അവിടെ ഉണ്ടോ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി കുഡ് ഫൈൻഡ് ഓൺലി ദ ഫ്രാഗ്മെന്റഡ് റിമെയിൻസ് ഫ്രം ദാറ്റ് ഹിൽ. ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു സെൻസ് ഓഫ് ലോസ്, കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ലോസ് ഈ പോയറ്റിന്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ആൾക്ക് എന്താണ്, ആരോ ഹെഡിന്റെ ഫ്രാഗ്മെന്റ്സ് മാത്രമാണ് ഇപ്പോൾ കയ്യിൽ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഇതിനു മുമ്പ് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കൾച്ചർ തന്നെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വാറൊക്കെ നടത്തിയതിന്റെ ഭാഗമായിട്ട് വന്ന റിമൈനിങ്സ് ആകാം ഇത്. On their own trails, I followed my own trail here. Picked up the cold drill pick, single jack and sack of dynamite, 10,000 years. So here in the beginning lines, the use of their own trail ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ നമുക്ക് കാണാം എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരൊറ്റ മൈൻഡോട് കൂടിയിട്ട് നേച്ചർ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരുന്നു അവർ ആ യാത്ര തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഓരോരുത്തർക്കും ഒരു യുണീക്നെസ് വന്നിട്ടുണ്ട്. their own ഇൻഡിവിജ്വാലിറ്റി അവരുടെ പേഴ്സ്പെക്റ്റീവ്സിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവിടെ അവർ എക്സ്പ്ലോർ ചെയ്ത പല കാര്യങ്ങളും അവരുടെ പേഴ്സ്പെക്റ്റീവ്സിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. Each path is distinct and valuable, reflecting the individuality of one who follows it. പിന്നെ
കാണാൻ കഴിയുന്നത് ഐ ഫോളോഡ് മൈ ഓൺ ട്രെയിൽ ഹിയർ. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പാത സെലക്ട് ചെയ്ത് അതിലൂടെയാണ് നടക്കുന്നത്. ഐ പിക്ഡ് അപ്പ് ദ കോൾഡ് ഡ്രിൽ പിക്ക് സിംഗിൾ ജാക്ക് ആൻഡ് സാക്ക് ഓഫ് ഡൈനാമൈറ്റ്. അപ്പോൾ ഇവിടെ കുറച്ച് ടൂൾസൊക്കെ കാണാം. ഡ്രിൽ പിക്ക്, അതേപോലെ സിംഗിൾ ജാക്ക്, അതേപോലെ സാക്ക് ഓഫ് ഡൈനാമൈറ്റ്. ഇതൊക്കെ കോമൺലി മൈനിങ് പർപ്പസിനും ഡിമോളിഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വേറെ പല ആൾക്കാരും വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതേപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഡൈനാമൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് റിസ്ക്, ഡേഞ്ചറൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇതേപോലത്തെ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ശരിയാണ്, മൈനിങ് ഒക്കെ നടന്നത് കാരണം ഫ്യൂച്ചർ ജനറേഷന് അവിടെ ശരിക്കും ഒരു റിസ്ക് ഫാക്ടർ ഒളിഞ്ഞിരിപ്പുണ്ട്. 10,000 years implies that these kinds of activities have been ongoing. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 10,000 years എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10,000 yearsോളമായിട്ട് ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ദിസ് പെർട്ടിക്കുലർ പ്ലേസ് ഹാവ് എ ലോങ് ഹിസ്റ്ററി ഓഫ് മൈനിങ്. ഓക്കെ, അതേപോലെ ഇപ്പോൾ പോയറ്റിൻ്റെ മൈൻഡിൽ ഒരു വിഷാദത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതായത് താനിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് ഇതേപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലോ. അതേപോലെ തന്നെ എ സോർട്ട് ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ താൻ എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബ്യൂട്ടി ഈ ഒരു പെർട്ടിക്കുലർ പ്ലേസിനുണ്ട്. അത് ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തിലും കൂടി ആണ് പോയറ്റ് അവിടെ നിന്ന് മടങ്ങുന്നത്.